നീറ്റ് എക്സാം സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്കൊരു അറിയിപ്പ് നമുക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും നല്ല വാർത്തകൾ എന്ന് പറഞ്ഞാൽ MBBS സീറ്റുകളുടെ വർധനവാണ്. സാധാരണ തൊഴിലാളികളുടെ മക്കൾക്കും വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച MBBS പഠനം സാധ്യമാകുന്നു എന്നുള്ളിടത്താണ് 2025 ആരംഭിച്ചിരിക്കുന്നത്. 2024 അപേക്ഷിച്ചൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ എക്സാം താമസിച്ചേക്കാം. പക്ഷെ അതൊന്നും നമ്മുടെ വിദ്യാർത്ഥികളെ ബാധിക്കില്ല. അപ്പം ബ്രില്യൻ്റ് മുമ്പോട്ട് പോകുന്നത് ഒരു ഓഫ്ലൈൻ എക്സാമിനെ മുമ്പിൽ കണ്ടുകൊണ്ട് 2024 പോലെ തന്നെ നടക്കും, മെയ് ആദ്യത്തെ ഞായറാഴ്ച നടക്കും എന്നുള്ള രീതി തന്നെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എന്നാണോ അവസാനത്തെ പരീക്ഷ അതിൻ്റെ അന്ന് വരെ ബ്രില്യൻ്റ് കുട്ടികളുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരേറ്റവും ആഗ്രഹിച്ചതും അവർക്ക് അർഹതപ്പെട്ട കോളേജുകളിൽ എത്തിക്കുന്നിടം വരെ നമ്മൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൂടെ ഉണ്ടാവും. ഈ പരീക്ഷകൾ എഴുതിയാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്, അല്ലാതെ പഠിച്ചു തീർന്നിട്ടല്ല നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. ഈ പഠിത്തം തന്നെയാണ് ഈ പരീക്ഷകളും. ഈ പഠിച്ചതും ഈ വരുന്ന നമ്മുടെ മോഡൽ എക്സാമുകളും എഴുതിയാൽ മാത്രം മതി. ഞാൻ ഈ പറഞ്ഞ എല്ലാ എക്സാമുകളും ഇതിനൊക്കെ പ്രത്യേക ഒരു തയ്യാറെടുപ്പില്ലാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ബ്രില്യൻറ്റിൻ്റെ ഇപ്പം കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നമ്മളുടെ ഈ ഒരു വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമ്മളുടെ ഈ എക്സാമിൻ്റെ ഒരു മൊഡ്യൂളാണ്. ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൻ്റെ 128ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, തീർച്ചയായിട്ടും നീറ്റ് 2025 ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, അപ്ഡേഷൻസ് ഒക്കെ വരാനിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം വിദ്യാർത്ഥികൾക്കൊക്കെ വന്നിരിക്കുന്ന പുതിയ ആശ്വാസകരമായ ഒരു വാർത്തയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നീറ്റ് എക്സാം സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു അറിയിപ്പ് നമുക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും നല്ല വാർത്തകൾ എന്ന് പറഞ്ഞാൽ MBBS സീറ്റുകളുടെ വർധനവാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ ഈ ഒരു മേഖലയിലുള്ള ഡോക്ടർമാർ, അതായത് ജനസംഖ്യാ അനുപാതത്തിലുള്ള ഡോക്ടർമാരുടെ കുറവൊക്കെ കണ്ടെത്തുകയും അതിനനുസരിച്ച് എത്രത്തോളം സീറ്റുകൾ, ഏതാണ്ട് 75,000-ഓളം MBBS സീറ്റുകളാണ് വരുന്ന 5 വർഷങ്ങൾ കൊണ്ട് ഉയർത്തണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ വന്നിരുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് 10ഓളം ESI മെഡിക്കൽ കോളേജുകൾ. നമ്മുടെ സദേൺ റീജിയനിൽ കുറവാണ്, എന്നാൽ പോലും ESI IP വാർഡുകൾക്കുള്ള 24,000 രൂപ മാത്രം വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് MBBS സീറ്റുകൾ, ഈ ഒരു വർധനവ് ഏറെ ആശ്വാസകരം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം 11 മെഡിക്കൽ കോളേജുകളാണ് 2024 ESI സ്കീമിലുണ്ടായിരുന്നത്. അതിൽ 35% സീറ്റുകളാണ് ESI IP വാർഡുകൾക്കുണ്ടായിരുന്നത്, ഏതാണ്ട് 466 MBBS സീറ്റുകൾ. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ മലയാളികളും ബ്രില്യൻറ്റിലെ കുട്ടികളുമാണെന്നുള്ളത്. അതും ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകൾ. ഇപ്പം ESIയുടെ ഹൈദരാബാദ് ആവാം, ബാംഗ്ലൂർ ആവാം, ചെന്നൈ ആവാം, കോയമ്പത്തൂർ ആവാം, കൊല്ലം, ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളാണ്. അവിടെ 24,000 രൂപ ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് ഇത്രയധികം സാധ്യതകൾ, നമ്മുടെ കുട്ടികളാണ് 4% സീറ്റുകളും അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് ആ സ്കീമിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ടായിരുന്നു, നീറ്റിൽ നല്ല സ്കോർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 55,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്കാണ് വിവിധ റിസർവേഷൻ അനുസരിച്ച് ജനറൽ, OBC, EWS, SC, ST, PWD വിഭാഗക്കാർക്ക് ESIയുടെ 35% സീറ്റുകൾ ലഭിച്ചത്. അതിൽ നമ്മുടെ കുട്ടികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2025 ഇപ്പം തന്നെ 10 കോളേജുകളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പം മൊത്തം 21 കോളേജുകളായി. 466 MBBS സീറ്റുകൾ എന്നുള്ള സ്ഥാനത്ത് അത് 100 സീറ്റുകളാണോ 50 സീറ്റുകളാണോ എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകളാണ് ആ മേഖലയിൽ MBBS സീറ്റുകൾ കൂടാൻ പോകുന്നത്. അപ്പം സാധാരണ തൊഴിലാളികളുടെ മക്കൾക്കും വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച MBBS പഠനം സാധ്യമാകുന്നു എന്നുള്ളിടത്താണ് 2025 ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു സീറ്റ് വർധനവ് എല്ലാ മേഖലയിലും, ഗവൺമെൻറ്റിൻ്റെ ബാക്കിയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ സാധ്യതയിൽ, സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിലൊക്കെ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം MCCയുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പുതിയ മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ ആപ്ലിക്കേഷൻ, അതുപോലെ ഉള്ള മെഡിക്കൽ കോളേജുകളുടെ സീറ്റ് വർധനവ്, ഇതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കുകയാണ്. അപ്പം ആ സീറ്റ് വർധനവ് 2025 വളരെ ആശ്വാസകരമാണ്.
അവരവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസ് നിരക്കിൽ നമ്മുടെ കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജുകൾ കൂടെ ഫീസ് കുറവുള്ള ഒരു സ്കീമും കൂടെ വരികയാണെങ്കിൽ ഏറ്റവും നന്നായി. അതും കൂടെ വരട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം. സാർ ഇപ്പോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നീറ്റിൻ്റെ ഒരു അപ്ഡേഷൻസ് ഇനിയും വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി താമസിക്കുകയാണ്. കാരണം ഒരു ഡിസംബറിലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് അവർക്ക് തയ്യാറാകാനുള്ള സമയം കൊടുക്കേണ്ടതായിരുന്നു. സാർ അപ്പോൾ ഇനിയും അത് താമസിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ്. ഇനി അത് പരീക്ഷയെ വരെ ബാധിച്ച് അതും താമസിക്കാനുള്ള സാധ്യതകളൊക്കെ എത്രത്തോളം ഉണ്ടാവും? തീർച്ചയായിട്ടും ആ ഒരു തരത്തിലുള്ള ഒരു ചർച്ചയിലോട്ട് നമ്മുടെ രക്ഷിതാക്കളെയോ നമ്മുടെ കുട്ടികളെയോ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെയ് 4 നീറ്റ് എക്സാം 2024 നടന്നതുപോലെ ഓൺലൈൻ ആക്കിയേക്കാമെന്നിടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഓൺലൈനായിട്ട് നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ഈ വർഷം തന്നെ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ NDA കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 2024 പോലെ തന്നെ ഓഫ്ലൈനായിട്ടൊരു എക്സാം ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മോഡലുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി ഓൺലൈൻ ആക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര പരിചയം കിട്ടണമെങ്കിൽ നമ്മൾ ഓൺലൈനും അതിൻ്റെ തന്നെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഓൺലൈനായിട്ടുള്ള പ്രാക്ടീസ് കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് തന്നെ നടത്തുകയാണ്. മെയ് 4 പരീക്ഷ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണലായിട്ടുള്ള വർക്കുകളെല്ലാം നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. പരീക്ഷ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് താമസിക്കുകയും ഈ ഷെഡ്യൂളുകളെല്ലാം വലിയ മാറ്റം വരുത്താനുള്ള ഒരു സാധ്യത നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാം. താമസിക്കാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. കാരണം ഏത് പുതിയ രീതി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നടപ്പിലാക്കുവാനായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ആവശ്യത്തിന് സമയമില്ല. ഇനി മെയ് ആണെങ്കിൽ താമസിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെയുള്ളൊരു ചർച്ചയിലോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടികൾ മെയ് 4 വിചാരിച്ച് തന്നെ നമ്മൾ ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 22 നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ് എക്സാം തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ജനുവരി 15 എല്ലാ ബാച്ചുകളുടെയും മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ തീർത്തിട്ടുണ്ട്. റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിലും റെഗുലർ ബാച്ച് ആണെങ്കിലും ലോങ് ടൈം ബാച്ചുകളാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ മുഴുവൻ ടോപ്പിക്കുകൾ തീർത്തു. മുഴുവൻ തിയറി പാർട്ടുകളും പുതിയ NCERT ബേസ്ഡ് നമ്മൾ ടോപ്പിക്കുകൾ തീർത്തു. ഇനി ജനുവരി 22 മുതൽ യൂണിറ്റുകൾ എക്സാമുകൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം മാർച്ചോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് എഴുതുന്ന മോഡൽ എക്സാമുകൾ വരികയാണ്. അപ്പം ബ്രില്യൻ്റ് മുമ്പോട്ട് പോകുന്നത് ഒരു ഓഫ്ലൈൻ എക്സാമിനെ മുമ്പിൽ കണ്ടുകൊണ്ട് 2024 പോലെ തന്നെ നടക്കും, മെയ് ആദ്യത്തെ ഞായറാഴ്ച നടക്കും എന്നുള്ള രീതി തന്നെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇനി പുതിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പം എക്സാം ഓൺലൈൻ ആക്കിയേക്കാം. ഇനിയും അതിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനാവില്ല. ഓൺലൈൻ തന്നെ 2 സെഷൻ ആക്കിയേക്കാം, ചിലപ്പോൾ 2 ഫേസ് ആക്കിയേക്കാം, JEE JEE അഡ്വാൻസിനും പോലെ. അല്ലെങ്കിൽ ഹൈബ്രിഡ് രീതിയിലാക്കിയേക്കാം. ടാബിൽ ക്വസ്റ്റ്യൻ തന്നിട്ട് OMRൽ എഴുതുന്നതാക്കിയേക്കാം. അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റ് ചെയ്തിട്ട് OMRൽ ആൻസർ എഴുതുന്ന രീതി ആയിരിക്കാം. 2024 അപേക്ഷിച്ചൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ എക്സാം താമസിച്ചേക്കാം. പക്ഷെ അതൊന്നും നമ്മുടെ വിദ്യാർത്ഥികളെ ബാധിക്കില്ല. നമ്മൾ കൃത്യമായ ചിട്ടയിലൂടെ തന്നെ അവരുടെ ടോപ്പിക്കുകളും പരീക്ഷകളും മുഴുവൻ തീർത്തുകൊണ്ട് ഇനി എന്നാണോ എക്സാം, മെയ്യിലാവാം, ജൂൺ ആകാം, ജൂലൈ ആകാം, ആഗസ്റ്റ് ആകാം, സെപ്റ്റംബറിലാകാം, എന്നാണോ അവസാനത്തെ പരീക്ഷ അതിൻ്റെ അന്ന് വരെ ബ്രില്യൻ്റ് കുട്ടികളുടെ കൂടെ ഉണ്ടാവും. കൃത്യമായിട്ട് അവരുടെ ആ പരീക്ഷകൾ നടത്തി അത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഇട്ടിട്ട് കൃത്യമായിട്ടുള്ളൊരു ഒരു പാറ്റേൺ ഉണ്ട് നമുക്ക്. അത് എന്ന് പരീക്ഷ നടന്നാലും മുഴുവൻ കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മളുണ്ട്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മളുടെ എല്ലാ പ്രോഗ്രാമും എന്ന് പറയുന്നത്, എന്നാണോ അവസാനത്തെ എക്സാം നടക്കുന്നത് അന്ന് വരെ നമ്മൾ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരേറ്റവും ആഗ്രഹിച്ചതും അവർക്ക് അർഹതപ്പെട്ട കോളേജുകളിൽ എത്തിക്കുന്നിടം വരെ നമ്മൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൂടെ ഉണ്ടാവും. സർ, നീറ്റ് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം അതിനായിട്ടും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിക്കുകൾ നേരത്തെ തീർക്കുന്നത്. കാരണം എത്രത്തോളം സാധ്യതകളാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. അപ്പം അതെല്ലാം ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ടോപ്പിക്കുകളെല്ലാം നേരത്തെ തീർക്കുന്നതും പരീക്ഷകൾ ആവോളം നടത്തി അവരെ ഓരോ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതും. അതുകൊണ്ട് എല്ലാ എക്സാമിനും അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾ എഴുതണം. രക്ഷിതാക്കൾ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മളെപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്നതും നമ്മളുടെ എല്ലാ മീറ്റിങ്ങുകളിലും നമ്മളത് തന്നെയാണ് പറയുന്നത്. സർ, ഒരുപക്ഷെ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു
കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണെന്നും അതിൽ നിന്നുള്ള സാധ്യതകൾ എത്രത്തോളമാണെന്നും ഒക്കെ ഒരു വളരെ ചെറിയൊരു ഐഡിയ നമ്മുടെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഉണ്ടാവുള്ളൂ മറ്റ് എൻട്രൻസ് എക്സാമുകളിൽ നിന്ന്. അതൊന്ന് വ്യക്തമാക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ജെയ്മെയിൻ്റെ എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് നമ്മളൊരു 40% കുട്ടികളോടാണ് JEE എഴുതാനായിട്ട് ആദ്യത്തെ എക്സാം എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 40-50% കുട്ടികൾ മെഡിക്കൽ കുട്ടികളും JEE ആദ്യത്തെ സെഷൻ എഴുതുന്നുണ്ട്. ഈ 22-ാം തീയതി മുതലാണ് JEE ആദ്യത്തെ സെഷൻ. ഈ ആദ്യത്തെ സെക്ഷൻ എഴുതുമ്പോൾ നമുക്കറിയാം JEE ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതാണ്ട് നീറ്റിൻ്റെ അതേ പാറ്റേണിൽ തന്നെ NTA ആണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. അപ്പം ആ രീതിയിലുള്ളൊരു ചോദ്യം ഇവർ ഈ ആദ്യം തന്നെ എഴുതുകയും അതിലൊരു 95-96% അതായത് മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഫിസിക്സും കെമിസ്ട്രിയും അവർ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത ഒരു 95-96% എത്തുന്നതോടുകൂടി അവരുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം മാറുമെന്നുള്ളത് നോക്കൂ. രണ്ട് രീതിയിൽ, ഒന്ന് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ്, മറ്റൊന്ന് ഒരു 95-96% എത്തുമ്പോൾ തന്നെ അവർ ഒരു NITയിലോ IIITയിലോ അല്ലെ ഒരു സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 2025 ആദ്യത്തെ എക്സാം, അതിലൂടെ തന്നെ ഒരു സീറ്റ് അവർക്ക് ഉറപ്പായി കഴിയുമ്പം ഒരു BTech സീറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സീറ്റുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം പിന്നെ അവർക്ക് എന്താണ് ടെൻഷനുള്ള കാര്യം? അപ്പം ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കാനായിട്ട് ഇപ്പോൾ ആദ്യത്തെ JEE നമ്മളെ വിദ്യാർത്ഥികളെ ഒരുക്കി കഴിഞ്ഞു. JEE തന്നെ രണ്ടാമത്തെ സെഷനുണ്ട്. അത് നമ്മൾ ഒരുപ്പെട്ട എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളോടും അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. കാരണം അതിലൂടെ തന്നെ നമുക്ക് ഏപ്രിലാണ് JEE രണ്ടാമത്തെ സെഷൻ നടക്കുന്നത്. ഈ ജനുവരി 31 മുതൽ രണ്ടാമത്തെ സെഷൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഏപ്രിൽ 1 മുതൽ ആ പരീക്ഷ എഴുതുമ്പോൾ അവർ ടോപ്പിക്ക് മുഴുവൻ തീർന്നു, യൂണിറ്റ് വൈസ് എക്സാം കഴിഞ്ഞു, കമ്പൈൻഡ് യൂണിറ്റുകൾ ധാരാളം തുടങ്ങി. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും അവരൊരു 10 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സെഷൻ വീണ്ടും ആ വിദ്യാർത്ഥികൾ എഴുതുമ്പം അവർക്ക് നാഷണൽ ലെവലുള്ള ഈ വിദ്യാർത്ഥികൾ ഏതാണ്ട് 15 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കിടയിൽ തങ്ങളുടെ റാങ്ക് എത്രയായിരിക്കും, തങ്ങൾക്ക് എത്രത്തോളവും ഈ സബ്ജക്റ്റിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും തങ്ങൾക്ക് എത്രത്തോളവും പരിചയം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നാഷണൽ ലെവൽ എക്സാം അല്ല എഴുതുന്നത്. അപ്പം അതിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ വലുതായിരിക്കും. അപ്പോൾ JEE രണ്ടാമത്തെ സെഷൻ ഒരു 70-80% വിദ്യാർത്ഥികളോട് നമ്മൾ എഴുതാനാണ് പറയുന്നത്. പിന്നീടുള്ളത് കേരള എഞ്ചിനീയറിങ്ങിൻ്റെയും കേരള BPharm ഏപ്രിൽ 24-ാം തീയതി ആരംഭിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻ മാർച്ച് മാസത്തിൽ ആരംഭിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു KEAM 2025 അപ്ലൈ ചെയ്യണം. അതിനകത്ത് മെഡിക്കലും ഉണ്ട്, മെഡിക്കലിന് അപേക്ഷിക്കണം, മെഡിക്കലിന് പ്രത്യേകിച്ച് പരീക്ഷയില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിനാണ് എഞ്ചിനീയറിങ്ങും BPharm അതും വിദ്യാർത്ഥികൾ എഴുതുന്നത് വളരെ നല്ലതാണ്. കാരണം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മറ്റൊരു സ്റ്റേറ്റ് ലെവലുള്ള വിദ്യാർത്ഥികൾ ഏതാണ്ട് 1.25 ലക്ഷം വിദ്യാർത്ഥികളാണ് കേരള KEAM 2025 അപ്ലൈ ചെയ്യുന്നത്. അപ്പം അവരോട് മാറ്റുരയ്ക്കുമ്പോൾ കേരളത്തിലെ സാധനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ മോഡലിന് ഒരു 500 മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ആ വിദ്യാർത്ഥി വിചാരിക്കുന്നത് ഇത് എത്രയോ വലിയ കുറവുള്ളതാണ്, ഇത് എത്രയോ മാർക്ക് വളരെ കുറവാണ്, എനിക്കിനി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ 500 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓർത്ത് നോക്കൂ, 2023 ഒരു സ്കോറിൻ്റെയൊക്കെ നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തമുള്ള 25 ലക്ഷത്തിൽ ആദ്യത്തെ 1 ലക്ഷത്തിനകത്ത് റാങ്കാണ് വരുന്നത് 500 മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അത്രത്തോളം വിദ്യാർത്ഥികൾക്ക് മുമ്പിലാണ് ആ വിദ്യാർത്ഥി നിൽക്കുന്നത്. അപ്പം JEE എഴുതുകയും കേരള എഞ്ചിനീയറിംഗ് എഴുതുകയും അങ്ങനെ എഴുതുമ്പം താങ്കൾ എത്രത്തോളം മുന്നിലാണ് നിൽക്കുന്നതെന്ന് അവർക്കറിയാനായിട്ട് സാധിക്കും. ഒപ്പം പല മേഖലകളിലെ തങ്ങളുടെ സീറ്റുകൾ തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സീറ്റുകളൊക്കെ ഉറപ്പിക്കാനും കഴിയുകയും ചെയ്യും. പിന്നെ നമുക്കറിയാം CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, അത് മെയ് 15 മുതൽ മെയ് 30 വരെ ഓൺലൈനായിട്ടാണ് ഈ വർഷം നടക്കുന്നത്. ICARൻ്റെ സ്ഥാപനങ്ങൾ, അതായത് ഈ അഗ്രികൾച്ചർ കോഴ്സിൻ്റെ ഒരു പ്രാധാന്യം ഒരു പക്ഷേ കേരളത്തിനേക്കാളും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ മേഖലയ്ക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം മറ്റ് വിവിധ കോഴ്സുകളിലോട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സുകളിലോട്ട് പഠിക്കാനുള്ള സാധ്യതകൾ, റിസർച്ച് ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പ് സ്കീമുകൾ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ് ICARൻ്റെ യൂണിവേഴ്സിറ്റികൾ. അപ്പം അവിടെയൊക്കെ അഗ്രികൾച്ചറും അതിൻ്റെ അനുബന്ധ കോഴ്സുകളും പഠിക്കാനായിട്ട് CUET ആണ് എഴുതേണ്ടത്. അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ പഠിച്ചതിൻ്റെ തന്നെ പരീക്ഷയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ 2024 CUET വെച്ചിട്ടാണെങ്കിൽ 100% എത്ര പേരാണ് നമുക്കുണ്ടായിരുന്നത്. കാരണം ഇത്രത്തോളം പരിശീലനം അവരെടുത്തിട്ട് വന്നിട്ട് പിന്നെ CUET പോലുള്ളൊരു പരീക്ഷ എഴുതുമ്പം ഫിസിക്സിൽ 100%, കെമിസ്ട്രിയിൽ 100%, ബയോളജിയിൽ 100% നിരവധി വിദ്യാർത്ഥികളാണ് നമുക്കുണ്ടായിരുന്നത്.
അപ്പോൾ അവർക്ക് CUET-യുടെ റാങ്ക് അനുസരിച്ച് 95% കിട്ടിയിട്ടുണ്ട് അഗ്രികൾച്ചർ ഓൾ ഇന്ത്യ വഴി. അപ്പം ഓൾ ഇന്ത്യ വഴി അവർക്ക് ആ ഒരു മേഖലകളിൽ ഇപ്പം അഗ്രികൾച്ചർ തന്നെ വേണമെന്നില്ല, 250ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ 1000ഓളം ഡിഗ്രി പ്രോഗ്രാമുകളാണ് CUET വഴി കിട്ടുന്നത്. അതിൽ ഈ ബയോളജി അനുബന്ധമായ ധാരാളം പ്രോഗ്രാമുകളുണ്ട്. ഇനി അതല്ല, അവർക്ക് പാറ്റേൺ ഒന്ന് മാറണം, എക്കണോമിക്സോ BCom പോലുള്ള പ്രോഗ്രാമിലോട്ട് ചേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ്, ഏത് മേഖലകളിലോട്ടും ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ പാഷൻ അനുസരിച്ച് കടന്നു ചെല്ലാൻ പറ്റുന്നതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. അപ്പം അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റെഗുലർ ബാച്ചിൽ പഠിച്ച കുട്ടി അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച കുട്ടി അല്ലെങ്കിൽ ഈ ഒരു ബ്രില്യൻറ്റിൻ്റെ കൂട്ടത്തിൽ നടന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏറ്റവും ടോപ്പ് പെർസെൻറ്റേജ് സ്കോർ മേടിക്കാനായിട്ട് സാധിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഒന്നും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കുറവാണ്, ഏതാണ്ട് 30,000-35,000 വിദ്യാർത്ഥികളെ കേരളത്തിൽ നിന്ന് CUET എഴുതാറുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. അതുകൊണ്ട് CUET പരീക്ഷ എഴുതുന്നതും അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് അല്ലെ ജനറൽ നോളജ് അതിൻ്റെ പരീക്ഷകൾ എഴുതിയാൽ മതിയാകും. ഏത് കോഴ്സിലോട്ടും നമുക്ക് അഡ്മിഷൻ എടുക്കാം, ICAR-ൻ്റെ ഉൾപ്പെടെ ഏത് കോഴ്സിലോട്ടും നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പം CUET വളരെ നല്ലൊരു ചാൻസാണ്. പിന്നെ റിസർച്ച് മേഖലകൾ എല്ലാവർക്കും പരിചിതമായ മേഖലകൾ തന്നെയാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ ആദ്യത്തെ ആഴ്ച നടക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് 15 ക്വസ്റ്റ്യൻ്റെ 60 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതിയാൽ മതിയാവും. ഐസറുകളിൽ പ്രവേശനം കിട്ടും, IISc ബാംഗ്ലൂരിൽ പ്രവേശനം കിട്ടും, IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി. അപ്പോൾ ഇത്രയും പരീക്ഷകളും മോഡലിലൂടെ നടക്കുന്നൊരു വിദ്യാർത്ഥിക്ക് യാതൊരു പാടുമില്ലാതെ വളരെ അനായാസം എഴുതാവുന്നൊരു എക്സാമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് ഒരുവിധപ്പെട്ട നമ്മുടെ കുട്ടികളെ കൊണ്ടെല്ലാം നമ്മൾ എഴുതിക്കാറുണ്ട്. അതിലാണ് വിവേക് മേനോൻ 240 മാർക്ക് മേടിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് വരികയും IISc ബാംഗ്ലൂരിൽ ഇപ്പോൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ BSc നേഴ്സിംഗ്, മെഡിക്കലിൽ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടും ഏറ്റവും നല്ലൊരു മികച്ച കുടുംബജീവിതത്തിനൊക്കെ ഒരുക്കാൻ പറ്റുന്നതാണ് BSc നേഴ്സിംഗ്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം അപ്ഡേഷൻസ് വരുന്നത് BSc നേഴ്സിങ്ങിനായിരിക്കും, ഏറ്റവും ചിലവ് കുറഞ്ഞതും. അത് എയിംസ് BSc നേഴ്സിംഗ് ആണ്. അതിന് ജൂൺ 1-ാം തീയതിയാണ് പരീക്ഷ, ഓൺലൈനായിട്ടാണ് എക്സാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെൻറ്ററുണ്ട്. അപ്പം അതും ഈ വിദ്യാർത്ഥികൾക്ക് എന്തുമാത്രം എളുപ്പമായിരിക്കും. എയിംസ് ഡൽഹിയിൽ പ്രവേശനം കിട്ടും, 500 രൂപയാണ് വാർഷിക ഫീസ്, മെസ് ഫീസും 500 രൂപ തന്നെയാണ്, അതായത് ഫീസ് ഇല്ല എന്ന് തന്നെ പറയാം. മറ്റ് 14 എയിംസുകളിൽ ഭോപ്പാലും ഭുവനേശ്വറും ഒക്കെയുള്ള എയിംസുകളിൽ BSc നേഴ്സിംഗ് പ്രവേശനം കിട്ടും. ജൂൺ 1-ാം തീയതിയാണ് അതിൻ്റെ പരീക്ഷ. പിന്നെ നൈസറിൻ്റെ പരീക്ഷ, അങ്ങനെ ധാരാളം പരീക്ഷകൾ. ഇപ്പം IIM-ൻ്റെ പരീക്ഷകളൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്, IPMAT ഒക്കെ വരുന്നുണ്ട്, NBA വരുന്നുണ്ട്. അപ്പം ഒരു വിദ്യാർത്ഥിക്ക് സംബന്ധിച്ചോളം നമ്മൾ ഈ നേരത്തെ ടോപ്പിക്ക് തീർക്കുകയും ധാരാളം പരീക്ഷകളിലൂടെ പോകുമ്പം ഏതാണ്ട് 40 പരീക്ഷകൾ വരെ, 40 എൻട്രൻസ് എക്സാമുകൾ വരെ ഇവർക്കായിട്ട് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സമയങ്ങളിൽ അപേക്ഷിക്കുവാനായിട്ടും ജൂൺ, ജൂലൈ വരെയുള്ള സമയങ്ങളിൽ അവർക്ക് എഴുതാനായിട്ടും ഉണ്ട്. അപ്പം നീറ്റ് എന്ന് വേണമെങ്കിൽ നടക്കട്ടെ, നീറ്റ് മെയ് 4-ാം തീയതിയോ അല്ലെങ്കിൽ 2 ഫേസായിട്ടൊക്കെ നടന്നോട്ടെ. പക്ഷേ അതിനിടയിൽ ഇതിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു തയ്യാറെടുപ്പും ഇല്ലാതെ ഈ പരീക്ഷകളെല്ലാം വിദ്യാർത്ഥികൾക്ക് എഴുതാം, മറ്റൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. ഈ പഠിച്ചതും ഈ വരുന്ന നമ്മുടെ മോഡൽ എക്സാമുകളും എഴുതിയാൽ മാത്രം മതി. ഞാനീ പറഞ്ഞ എല്ലാ എക്സാമുകളും, എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏതാണ്ട് 20ഓളം എക്സാമുകളുണ്ട് എഞ്ചിനീയറിംഗിൻ്റെ വിവിധ സെക്ഷനുകളായിട്ട്. റിസർച്ചിൻ്റെ മേഖലയിൽ ഏതാണ്ട് 7ഓളം എക്സാമുകളുണ്ട്. മെഡിക്കലും BSc നേഴ്സിങ്ങും അതിൻ്റെ അനുബന്ധമായിട്ട് ഏതാണ്ട് 15ഓളം പരീക്ഷകളുണ്ട്. നീറ്റുണ്ട്. ഇതിനൊക്കെ പ്രത്യേക ഒരു തയ്യാറെടുപ്പില്ലാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അപ്പം ചുരുക്കം പറഞ്ഞാൽ നീറ്റ് എന്ന് നടക്കും അല്ലെങ്കിൽ അതിനായിട്ട് തയ്യാറെടുക്കുമ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ടോപ്പിക്കുകളെ കൃത്യമായിട്ട് നമ്മൾ NCERT ലെവലിൽ നമ്മൾ പഠിപ്പിച്ചു. ജൂൺ മുതലുള്ള ക്ലാസ്സുകളിൽ അവർ സ്റ്റേറ്റ് ആണോ പഠിച്ചത്, CBSE ആണോ പഠിച്ചത്, ISC ആണോ പഠിച്ചതെന്നൊന്നും നമ്മൾ നോക്കിയില്ല. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് മുഴുവൻ ടോപ്പിക്കുകളും നമ്മുടെ ഫാക്കൽറ്റീസ് ക്ലാസ്സുകളെടുത്തു. ഏതാണ്ട് 28ഓളം ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തു. അത് ഒരു വിദ്യാർത്ഥിക്ക് ഏത് രീതിയിലും അതിനെ പാകപ്പെടുത്തിയെടുക്കാം. ഫിംഗർ ടിപ്പ് പോലെയുള്ളതൊക്കെ ധാരാളമായിട്ടുണ്ട്. ലേണിംഗ് ആപ്പുണ്ട്, പല ഫാക്കൽറ്റീസ് എടുത്ത ക്ലാസ്സുകൾ അവർക്ക് കാണാനുള്ള സംവിധാനങ്ങളുണ്ട്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിലൂടെ എല്ലാമാണ് വിദ്യാർത്ഥികൾ
ഇനി ഈ ജനുവരി 22 തൊട്ട് തുടങ്ങുന്ന യൂണിറ്റ് എക്സാമുകൾ എഴുതാൻ തുടങ്ങുന്നത്. അപ്പം എല്ലാം ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഒരുവിധപ്പെട്ട എക്സാമുകൾക്കെല്ലാം അപ്ലൈ ചെയ്യണം, പരീക്ഷകൾ എഴുതണം, നീറ്റും എഴുതണം. എന്നിട്ട് ഏറ്റവും അവനവൻ്റെ പാഷനും അവനവൻ്റെ ആറ്റിറ്റ്യൂഡിനും പറ്റിയത് ഏതാണ്, അവനവൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത് ഏതാണ്, അവനവൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള, അവനവൻ ഇനിയൊരു അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ കോഴ്സുകളിലോട്ട് പോകാനുള്ളത് ഏറ്റവും സാധ്യതകൾ ഏതാണ്. ഇന്ത്യയിൽ തന്നെ അതിന് എത്രത്തോളം മികച്ച സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഇനി വിദേശത്ത് പോകണമെങ്കിൽ തന്നെ ഇവിടെയുള്ള ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അണ്ടർ ഗ്രാജുവേഷൻ തന്നെ നമ്മൾ വെളിയിൽ പോയി ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് പറ്റിയ മേഖലകൾ തിരിച്ചറിയുകയും ഈ വരുന്ന സമയങ്ങളിലെല്ലാം അതിൻ്റെ അപേക്ഷയുടെ സമയമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, അതിനെല്ലാം അപേക്ഷിക്കുകയും പരീക്ഷകൾ എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അല്ലാതെ നീറ്റ് എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആവലാതിപ്പെടേണ്ട സമയമല്ല. സാർ ഇപ്പോൾ പറയുകയുണ്ടായി നമ്മുടെ വിദ്യാർത്ഥികളുടെ മുന്നിലുള്ള ഏത് എൻട്രൻസ് എക്സാമുകളാണെങ്കിലും അതിനനുസൃതമായിട്ടുള്ള പരിശീലനം നൽകി അവർ പ്രിപ്പയർഡ് ആണെന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ മോഡലുകളെല്ലാം നമ്മൾ അതനുസരിച്ചാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു രീതിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. അതിനകത്ത് നല്ല കടുപ്പമേറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാരഗ്രാഫ് ലെവലുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ലെവലുണ്ട്, അസേർഷൻ റീസൺ ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. എല്ലാ പാറ്റേണുകളും ഉള്ള മോഡലുകളാണ് നമ്മൾ ഈ ജനുവരി 22 മുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് ആ ടോപ്പിക്ക്, ആ ചാപ്റ്റർ വളരെ ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സാർ, ഈ ഒരു മോഡലുകൾ വിദ്യാർത്ഥികൾ എഴുതുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന കോൺഫിഡൻസ്, അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ബെർലിൻ്റെ ഇപ്പം കഴിഞ്ഞ വർഷം നമുക്കറിയാം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നമ്മളുടെ ഈ ഒരു വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമ്മളുടെ ഈ എക്സാമിൻ്റെ ഒരു മൊഡ്യൂളാണ്. കൃത്യമായിട്ടുള്ള എക്സാമുകൾ, അതിൻ്റെ സിലബസ്, അതിൻ്റെ ആ യൂണിറ്റ് വൈസ് സിലബസ്, അതിൻ്റെ നടത്തുന്നത്, ആ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ, വിദ്യാർത്ഥികൾക്ക് ആ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അനുഭവവേദ്യമാകുന്നത്. അതിൻ്റെ കൃത്യമായ റിസൾട്ട് അവരിലെത്തിക്കുന്നു. അതിൻ്റെ അനാലിസിസിൽ തന്നെ ആ ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. അപ്പം ആ ഒരു മൊഡ്യൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ തന്നെ ഏറ്റവും പ്രയോജനകരമാണ്. അപ്പം എപ്പോഴും നമ്മൾ ചില വിദ്യാർത്ഥികളെങ്കിലും നമുക്ക് അറിയാം, എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ പഠിച്ചു തീർന്നില്ല, അതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്നുള്ളത് കുറച്ച് ഒരു 1-2% വിദ്യാർത്ഥികൾ എപ്പോഴും പറയാറുണ്ട്. ഈ പരീക്ഷകൾ എഴുതിയാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്, അല്ലാതെ പഠിച്ചു തീർന്നിട്ടല്ല നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. ഈ പഠിത്തം തന്നെയാണ് ഈ പരീക്ഷകളും. അതുകൊണ്ട് എല്ലാവരും ഏത് പ്രോഗ്രാമിലുള്ളവരാണെങ്കിലും, ലോങ് ടൈം ആവാം, ക്രാഷ് ആവാം, റെസിഡൻഷ്യൽ ബാച്ച് ആകാം, റിപ്പീറ്റേഴ്സ് ആകാം, നമ്മൾ ഈ എക്സാമിൻ്റെ ഈ ഒരു പാറ്റേണിൽ കൂടെ തന്നെയാണ് നമ്മൾ വിദ്യാർത്ഥികളെ കയറ്റിവിടുന്നത്. അങ്ങനെയാണ് അവർ ടോപ്പിക്ക് പഠിക്കുകയുള്ളൂ. പരീക്ഷകൾ എഴുതി നമ്മൾ തിയറി മുഴുവൻ എടുത്തു കഴിഞ്ഞു, ഇനി പരീക്ഷകൾ എഴുതി മോഡലുകളെല്ലാം എഴുതി. അതിൽ പേരൻസും ശ്രദ്ധിക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ ചിലപ്പം ചിലർ പറയും, ഞാൻ ഈ യൂണിറ്റ് പഠിച്ചു തീർന്നില്ല, അല്ലെ ഈ യൂണിറ്റിന് മാർക്ക് കുറഞ്ഞു പോയാൽ എൻ്റെ കോൺഫിഡൻസ് കുറയും. ഇവിടെ നമ്മൾ മാർക്കൊക്കെ നോക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ പറയും, അതിപ്പോഴല്ല. മാർക്കിനും റാങ്കിനും ഒക്കെ എപ്പോഴാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, എപ്പോഴാണ് 720 ഫോക്കസ് ചെയ്യേണ്ടത്. ചില കുട്ടികളോട് നേരിട്ട് തന്നെ പറയും, മോളെ അല്ലെ മോനെ, നീ 720 ഫോക്കസ് ചെയ്യേണ്ട ആളായി മാറിയിരിക്കുന്നു. നീ ഇത്ര എക്സാമുകൾ എഴുതിയപ്പോൾ നീ എഴുതുന്ന രീതി, നീ പഠിച്ചിരിക്കുന്ന രീതി, നിൻ്റെ വർക്ക്, നീ 720 ഫോക്കസ് ചെയ്യേണ്ട ആളാണ്. നീ ആ രീതിയിൽ ഈ എക്സാമുകളെ കാണണം. ചിലരാണെന്നുണ്ടെങ്കിൽ 600 മാർക്ക്, നിനക്കൊരു 50 മാർക്ക് കൂടെ കൂടുതൽ വേണം. 400 ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റാങ്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, 200ഉം 250 ഉള്ളവരോട് 400ലോട്ട് എത്താനായിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത്. അപ്പം ഓരോരുത്തർക്കും കൃത്യമായിട്ട് റാങ്കും മാർക്കും എപ്പോഴാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതും പറഞ്ഞു കൊടുക്കും. അത് ആ സമയമാകുമ്പോൾ. ഇപ്പം അവർ ചെയ്യേണ്ടത് തങ്ങൾ പഠിച്ചിരിക്കുന്നതിനെ ഏറ്റവും കൂടുതൽ വീണ്ടും റിവൈസ് ചെയ്ത് യൂണിറ്റ് എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ ചോദ്യപേപ്പറിലും എല്ലാ രീതിയിലുമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ എഴുതാവുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അസേർഷൻ റീസൺ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ, മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ. ഈ പ്രാവശ്യം 2025 നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ കൂടുതൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാവരും അതിലൂടെ തന്നെ കടന്നു പോകണം. അപ്പോൾ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ഇത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളത് നിരീക്ഷിക്കുക.
പഠിക്കുകയും വേണം. സാർ ഇപ്പോൾ നമ്മുടെ വിവിധ എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ വാരം എപ്പിസോഡിൽ നമ്മൾ കീമിന് മെഡിക്കൽ നീറ്റ് ആസ്പിറൻസിനും അപ്ലൈ ചെയ്യണം എന്നുള്ള തീർച്ചയായിട്ടും. കാരണം അത് ചിലർക്കെങ്കിലും പിന്നെയും സംശയം തോന്നും. നീറ്റാണല്ലോ എഴുതുന്നത്, നീറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് കേരളത്തിൽ പരീക്ഷ ഉണ്ടോ, കേരളത്തിൽ മെഡിക്കൽ നിന്ന് വെക്കണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് അത്ര കൃത്യമായിട്ട് പറഞ്ഞത്. കീം 2025 എന്ന് പറയുന്നത് എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് പരീക്ഷയില്ല, മെഡിക്കൽ എന്ന് അതിനകത്ത് സെലക്ട് ചെയ്യുകയും അതിനുവേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ സാർ, ഈ അതർ സ്റ്റേറ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്ഡേഷൻസ് എങ്ങനെയായിരിക്കും ആളുകൾക്ക് അറിയാൻ സാധിക്കുക? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കേരളത്തിലെ പ്രവേശനത്തിന് MBBS BDS അല്ലെങ്കിൽ അഗ്രികൾച്ചർ പോലുള്ള കോഴ്സുകൾക്ക് പ്രവേശനത്തിന് കീം 2025 അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ കർണാടകത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളി, കർണാടകത്തിൽ 2 തരത്തിലുള്ള മെഡിക്കൽ സീറ്റുകളുണ്ട്. ഒന്ന് കർണാടകത്തിലെ 25 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ, അതിലെ 15% സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നത്. ആ ഓൾ ഇന്ത്യ കോട്ട സീറ്റിന് കർണാടകത്തിൽ പ്രത്യേകിച്ച് അപേക്ഷിക്കേണ്ടതായിട്ടില്ല. കേരളത്തിലെ ഒരു മലയാളിക്ക് തമിഴ്നാട്ടിലെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം. അവിടെ 35 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുണ്ട്. ആ 35 മെഡിക്കൽ കോളേജിലെ 15% സീറ്റുകൾ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതിന് തമിഴ്നാടിന് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളിലും, കേരളം ഒഴികെയുള്ള സ്റ്റേറ്റുകളിൽ 2 തരത്തിലുള്ള സീറ്റുകളാണുള്ളത്. ഒന്ന് 15% ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് സീറ്റുകൾ. അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെ നമ്മൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടില്ല. നീറ്റിൻ്റെ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം നമ്മൾ ഓപ്ഷനുകൾ കൊടുത്താൽ മതിയാവും, അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ചില വിദ്യാർത്ഥികളെങ്കിലും പല കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ആകാം, CMC വെല്ലൂരാകാം, അല്ലെങ്കിൽ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാവാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാകാം. നമ്മളൊരു മലയാളി കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിന് അപ്ലൈ ചെയ്താൽ 12 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. തമിഴ്നാട്ടിലെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 13.5 ലക്ഷമാണ് ഫീസ്. ആന്ധ്രയിലുമുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും 15% സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളും നമുക്കുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിലെ 15% മറ്റുള്ള സ്റ്റേറ്റുകളിലാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിലും അപേക്ഷിക്കേണ്ടതായിട്ടില്ല. എന്നാൽ സ്വകാര്യ മേഖലയിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 15% സീറ്റുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 10 ലക്ഷം, 12 ലക്ഷം, 13.5 ലക്ഷം ഒക്കെയുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ 15% ആഗ്രഹിക്കുന്നതെങ്കിൽ ഓരോ സ്റ്റേറ്റുകളിലും നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ എല്ലായിടത്തും പഠിക്കുന്നുണ്ട്. കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, എന്തിന് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കഴിഞ്ഞ വർഷം UP പോലും നമ്മുടെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ അപേക്ഷിച്ച് അല്പം ഫീസ് അവിടെ കുറവാണ്. പക്ഷേ എഡ്യൂക്കേഷൻ മീഡിയം ഹിന്ദിയൊക്കെ ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത്രയധികം പേര് അവിടെ അപ്ലൈ ചെയ്യാത്തത്. അപ്പം അതിനാണെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റുകളുടെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന മുറയ്ക്ക് നമ്മളും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2024 ഫെബ്രുവരിയിൽ തന്നെ കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷൻ വന്നിരുന്നു. KEA.KAR.NIC.in. ഇപ്പോൾ സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്റ് ജോൺസിൽ പക്ഷേ ഫീസ് അത്രയില്ല, 8 ലക്ഷമേ ഉള്ളൂ. 8.3 lakhs പെർ ഇയറാണ് ക്രിസ്ത്യൻസിന് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത്. കേരളത്തിലെ റോമൻ കാത്തലിക്സിന് 60 സീറ്റുകളാണ് സെൻറ്റ് ജോൺസിലുള്ളത്. കന്യാസ്ത്രീ സമൂഹത്തിന് അവിടെ സീറ്റുണ്ട്. അതല്ലാതെ എല്ലാ വിഭാഗക്കാർക്കും 10 സീറ്റുകളുണ്ട്. അങ്ങനെ സെൻറ്റ് ജോൺസിൽ ഒരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതല്ലാതെ ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ രാമയ്യ, കെമ്പഗൂഡ, JJ അതുപോലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ കർണാടകത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കർണാടകത്തിന് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. ഫെബ്രുവരിയിൽ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങും. തമിഴ്നാട്ടിൽ ഇപ്പോൾ CMC വെല്ലൂരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ PSG മെഡിക്കൽ കോളേജ്, തമിഴ്നാട്ടിലൊരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണ്. നമുക്ക് 13.5 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അവിടുത്തെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജാണ് PSG മെഡിക്കൽ കോളേജ്. അപ്പം അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ TNMedicalSelection.net വഴി അപ്ലൈ ചെയ്യണം. അത് ജൂൺ മാസത്തിലൊക്കെ ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയുള്ളൂ. അപ്പോൾ അത് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അറിയിക്കും. അങ്ങനെ വേണ്ടവരെല്ലാം അതാത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതാത് സ്റ്റേറ്റുകളുടെ ആപ്ലിക്കേഷനും ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ ക്ലാസ് ടീച്ചർമാരും അതുവരുടെ കുട്ടികൾക്ക് പറ്റുന്ന കോളേജുകളുടെയും ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ ഈ വാരം ശിവൻ സാറിനൊപ്പം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു കമൻറ്റ്, നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് നിരവധി പ്രേക്ഷകരുണ്ട് സാർ, സ്ഥിരമായി തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കമൻറ്റ് വന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത്, ശിവൻ സാർ നീറ്റ് ആസ്പിരൻസിനെയും അവരുടെ മാതാപിതാക്കളെയും നയിക്കുന്ന വഴി ശരിക്കും
അഭിനന്ദനാർഹമാണ്. മറ്റെവിടെയും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വിവരങ്ങളൊന്നും ലഭിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന് ശിവൻ സാർ എത്തുമ്പോൾ വലിയ പ്രിപ്പറേഷൻസ് നടത്തി. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ശിവൻ സാർ ഒന്ന് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ആദ്യം പറഞ്ഞത് നമുക്ക് വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശ്വസിപ്പിക്കാവുന്ന തരത്തിൽ ഈ ഒരു എപ്പിസോഡിനെ മാറ്റണം. അതുകൊണ്ട് തന്നെ പുത്തൻ സാധ്യതകൾ നമ്മുടെ മെഡിക്കൽ കോളേജിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ച കാര്യത്തിലാണെങ്കിലും അതുപോലെ വിദ്യാർത്ഥികളുടെ മുൻപിൽ ഇനി അങ്ങോട്ടുള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകളുടെ സാധ്യതകളൊക്കെ ആണെങ്കിലും ഏറ്റവും ഡീറ്റെയിൽഡായിട്ട് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഇന്ന് 10,000-കണക്കിലധികം വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളൊക്കെ ചെറിയൊരു ടെൻഷനിലായിരിക്കും നീറ്റ് 2025 കാര്യങ്ങളൊക്കെ ഓർത്ത്. അപ്പോൾ ശിവൻ സാർ പറഞ്ഞത് 2025 വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്തല്ല നമ്മൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളെക്കുറിച്ച് ഓർത്തല്ല നിങ്ങൾ സമയം കളയേണ്ടത്. വളരെ കൃത്യമായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, ഇനി അങ്ങോട്ടുള്ള മറ്റ് എൻട്രൻസ് എക്സാമുകളിലൊക്കെ എങ്ങനെ പങ്കെടുക്കാം, അതിലൂടെ എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ആ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര കൃത്യമായി എത്രമാത്രം ആത്മധൈര്യം സംഭരിച്ച് എക്സാമുകളെ ഫേസ് ചെയ്യാമെന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഇനി അങ്ങോട്ട് വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണെങ്കിലും ആ മാറ്റങ്ങളെയൊക്കെ ബ്രില്യൻ ടീം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ട കോൺഫിഡൻസ് നൽകുമെന്നും ഈ ഒരു പ്രോഗ്രാമിൽ ശിവൻ സാർ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.